എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കോലും കൂടെ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ചക്കക്കുരുവും ഒരു അല്പ സബോള, ഒരു സബോളയുടെ 4-1 കാണുള്ളൂ, അതും ഒരല്പം ഉപ്പ് ഒഴിച്ച് കുക്കറിനകത്ത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. 2 വിസിലടിച്ചായിരുന്നു. ഇനി കാറ്റ് പോകുന്നിടം വരെ അതവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ഇനി ചക്കക്കുരുവിൻ്റെ കൂടെ ചേർക്കാനുള്ളത് മുരിങ്ങക്കോല്, മാങ്ങ, അല്പം സബോള, ഇതെല്ലാം അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നതാണ്. അല്പം കറിവേപ്പില, ഇതെല്ലാം പെട്ടെന്ന് വേകുന്നതായതുകൊണ്ടാണ് കറിവേപ്പില ഇപ്പം തന്നെ ഇട്ടത്. ഇനി ഇതിനകത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചു, വെള്ളവും ഒഴിച്ചു, അല്പം ഉപ്പ് ഇടാം. ഉപ്പ് ഇട്ടു. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി 2 ഉള്ളിയും 2-3 മുളകും അല്പം തേങ്ങയും എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിനാകുമ്പോൾ അധികം തേങ്ങ വേണ്ടല്ലോ, നല്ല കൊഴുപ്പ് ചക്കക്കുരുവിൻ്റെ തന്നെ കിട്ടിക്കോളും. ഇനി 2 കറിവേപ്പിലയും കൂടെ നമുക്ക് അരയ്ക്കാം. ഇനിയാണ് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഇതല്പം ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഒരു 5-6 ഉലുവ പൊടിക്കുന്നത്, 5-6 ഉലുവ പൊടിക്കുന്ന അത്രയും പൊടി മതി കേട്ടോ. അതിൻ്റെ കൂടെ ഇനി ഒരു അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കുകയാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉലുവ വറുത്ത് അരയ്ക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ അടുപ്പിൽ നിന്ന് 2 തീക്കനലെടുത്തൊരു ചിരട്ടയ്ക്കകത്തേക്ക് ഇടും. എന്നിട്ട് ആ കനലിൻ്റെ മുകളിലേക്ക് 2 ഉലുവ ഇടും. അപ്പോൾ ആ ഉലുവ പൊട്ടി ഒന്ന് ചൂടാകും. എന്നിട്ട് അത് നിലത്ത് കുടഞ്ഞിട്ടിട്ട് തീക്കട്ട മാറ്റിയിട്ട്, അപ്പോൾ അത് കരിക്കട്ട, ആ കരിക്കട്ട മാറ്റിയിട്ട് അതന്നെ എന്നിട്ട് ആ ഉലുവ പെറുക്കിയെടുക്കും. ഒരു 5-6 ഉലുവ. അതാണ് എന്നിട്ട് അരകല്ലെ വെച്ച് ചക്കക്കുരു മാങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ചുകൊണ്ടിരുന്നത്. ഇനി വെന്ത ചക്കക്കുരു അതും കൂടെ ഇതിനകത്തേക്കിടും. അത് ഒത്തിരി നേരം ഒന്നും അരയ്ക്കണ്ട. ആ വെന്ത ചക്കക്കുരു ഒന്ന് കറക്കിയെടുത്താൽ മതി. അതുകൊണ്ട് തണുക്കാൻ വെച്ചിരുന്നു. തണുത്ത് കഴിഞ്ഞപ്പം ആ വെള്ളം ഒഴിച്ച് തേങ്ങ അരച്ചു ആ ചക്കക്കുരു അതിനകത്ത് ചേർത്ത് ഒന്ന് കറക്കും. അപ്പം ഞാൻ ഇതിനകത്തേക്ക് മുളക് ചേർത്ത് അരച്ചത്, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് ചക്കക്കുരുവും തേങ്ങയും ഉലുവായും ഉള്ളിയും മുളകും എല്ലാം കൂടെ അരച്ചതാണ്. ചക്കക്കുരുവും കൂടെ അരഞ്ഞു പോയിട്ടുണ്ട്. ഇതിനകത്ത് കഷ്ണമൊന്നും കാണാനില്ല. ഇനി അത് ഒന്ന് തിളച്ച് കുറുകി വരണം. നമുക്കതിവിടെ മൂടി വയ്ക്കാം. നമ്മുടെ ചക്കക്കുരു ചാറ് തിളച്ച് പാകത്തിന് പറ്റിയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും കൊണ്ട് വെച്ച് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് കടുക് പൊട്ടിക്കും. അപ്പം വേറൊരു ചട്ടി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ അടുപ്പയിൽ തീ കത്തിച്ചു. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. എന്നിട്ട് കടുകിടാം. വെന്ത് ഉലുവയും കൂടി ഇടാം. നല്ല പുളിയുണ്ട് കറിക്ക്, കയ്പൊന്നുമില്ല. ഉലുവ വറുത്തരച്ചെങ്കിലും. അപ്പോൾ ഇതിനകത്ത് 2 ഉലുവ കൂടെ ഇട്ടു. ഇനി നമുക്കല്പം
കടുക് പൊട്ടി, ഉലുവ പൊട്ടി, ഉള്ളി ഇട്ടു. ഉള്ളി മൂത്ത് വന്നു, കരിവേപ്പില ഇട്ടു, അതും മൂത്തു. ഇനി നമുക്കിതിൻ്റെ കുറച്ചെടുത്ത് ഈ ചക്കക്കുരു ചാറിനകത്തോട്ട് ഒഴിക്കാം.